നമസ്കാരം. ഹമാസ് 2 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി കൈമാറിയെന്ന് ഇസ്രായേൽ സൈന്യം. റെഡ് ക്രോസ് വഴി ഹമാസ് 2 മൃതദേഹങ്ങൾ കൈമാറിയെന്ന് സ്ഥിരീകരിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അവ തിരിച്ചറിയുന്നതിന് ഉടൻ ഇസ്രായേലിൽ എത്തിക്കുമെന്നും അറിയിച്ചു. ഇതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഹമാസ് ഇതുവരെ 15 മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറി. ഇനി 13 മൃതദേഹങ്ങൾ കൂടി വിട്ടു നൽകുവാനുണ്ട്. ഹമാസിന്റെ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടെന്ന് ആരോപിച്ച ചൊവ്വാഴ്ച ഗാസയിൽ ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 46 കുട്ടികളും 20 സ്ത്രീകളും ഉൾപ്പെടെ 104 പേരാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നത് വൈകുമെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു. ബന്ദിയുടെ മൃതദേഹം കൈമാറുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തുകയാണെന്നും ഏതാനും ദിവസം മുൻപ് തിരികെ നൽകിയ ശരീരഭാഗങ്ങൾ ഏകദേശം 2 വർഷം മുൻപ് മരിച്ച ബന്ദിയുടെ മൃതദേഹാവശിഷ്ടങ്ങളാണെന്നും നെതന്യാഹു ആരോപിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിലെ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് സമയം ആവശ്യമാണെന്ന് ഹമാസ് വ്യക്തമാക്കി. ഗാസയിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുവാനുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ ശ്രമങ്ങളടക്കം യഥാർത്ഥ സമാധാനത്തിലേക്കുള്ള വാതിൽ അടയ്ക്കുന്നതും പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയെ പോലും പ്രകോപിപ്പിക്കുന്നതുമായ ഇസ്രായേൽ നിലപാടുകൾ മേഖലയെ ഒരു പുതിയ സംഘർഷത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുകയാണ്. 2023 ഒക്ടോബർ 7 സംഭവങ്ങൾക്ക് തൊട്ടു മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീവ്ര വലതുപക്ഷ ദേശീയ ശക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭരണസഖ്യം രൂപീകരിച്ചു. ഗാസ, ജെറുസലേം, വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ തെക്ക് പ്രദേശങ്ങളിൽ ഇസ്രായേൽ ആധിപത്യം വികസിപ്പിക്കുവാൻ ഈ വിഭവങ്ങൾ കണിശമായ പ്രത്യയശാസ്ത്ര നിലപാട് സ്വീകരിക്കുന്നതിനാൽ ഫലസ്തീനികളുമായിട്ടുള്ള ഒത്തുതീർപ്പ് അവർക്ക് അസാധ്യമാണ്. സമാധാന കരാറുകൾ ഉണ്ടായിട്ടും ഒക്ടോബർ 22-ന് ഇസ്രായേൽ പാർലമെന്റ് സെനറ്റ് വെസ്റ്റ് ബാങ്കിന്റെ വലിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനുള്ള ഒരു ബിൽ പ്രാഥമിക അവതരണത്തിൽ തന്നെ അംഗീകരിച്ചു. ഇത് ഗാസയിലെ വെടിനിർത്തൽ നിലനിർത്തുവാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കിടയിലും പുതിയ സംഘർഷങ്ങൾക്ക് തീ കൊളുത്തുവാൻ സാധ്യതയുണ്ട്. തീവ്ര വലതുപക്ഷ ഇസ്രായേലി രാഷ്ട്രീയക്കാർ തങ്ങളുടെ പ്രസ്താവനകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിനോ വിട്ടുവീഴ്ചകൾക്കോ തയ്യാറല്ലെന്നാണ് വ്യക്തമാകുന്നത്. സൗദി അറേബ്യയുമായി ബന്ധം സാധാരണമാക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പോലും ഈ രാഷ്ട്രീയ നിലപാടുകൾ കാരണം അപകടത്തിലായി. ഉദാഹരണത്തിന് ഇസ്രായേൽ ധനകാര്യമന്ത്രി ബെസാലെൽ സ്മോട്രിച്ച് ഫലസ്തീൻ രാഷ്ട്രത്തിന് പകരമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ വേണ്ടെന്ന് പരസ്യമായി പ്രസ്താവിച്ചത് നയതന്ത്ര ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുന്നതിലേക്കാണ് നയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഒരു ഉറച്ച സഖ്യകക്ഷിയായി കണ്ടിരുന്ന ഇസ്രായേൽ തീവ്ര വലതുപക്ഷം അദ്ദേഹം യുദ്ധം നിർത്തിവെച്ച് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുന്നത് തീർത്തും തടഞ്ഞപ്പോൾ ഞെട്ടുകയാണുണ്ടായത്. തങ്ങളുടെ വിപുലപരമായ അജണ്ടയ്ക്ക് അമേരിക്കയുടെ പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് ട്രംപ് അപ്രതീക്ഷിതമായി ഒരു തടസ്സമായി മാറുകയായിരുന്നു. പിന്നാലെ ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയെ അവർ കീഴടങ്ങലെന്നും ഗ്രേറ്റർ ഇസ്രായേൽ എന്ന കാഴ്ചപ്പാടിന്റെ വഞ്ചനയെന്നും വിശേഷിപ്പിച്ചു. ഒപ്പീനിയൻ പോൾ ഫലങ്ങൾ പ്രകാരം മിക്ക ഇസ്രായേലികളും ഗാസയിൽ വീണ്ടും കുടിയേറ്റം നടത്തുന്നതിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും സർക്കാരിനെ താങ്ങി നിർത്തുക എന്ന ഉദ്ദേശത്തോടെ നെതന്യാഹു അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളെ രാഷ്ട്രീയമായി ആശ്രയിക്കുന്നുണ്ട്. ഈ സഖ്യകക്ഷികളുടെ ലക്ഷ്യങ്ങൾ പലപ്പോഴും സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ഏത് നീക്കവും ഏറ്റുമുട്ടുന്നതുമാണ്. ട്രംപിന്റെ പദ്ധതി വഞ്ചനയായി കണ്ട സ്മോട്രിച്ച് ഗാസയിൽ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ ഉണ്ടാവും, ഞങ്ങൾക്ക് ക്ഷമയും ദൃഢനിശ്ചയവും വിശ്വാസവുമുണ്ട് എന്ന് തുറന്നടിച്ചു. ഇത് താൽക്കാലികമായ ഒരു പിന്മാറ്റം മാത്രമാണ്, പരാജയമല്ല എന്നാണ് അവർ കരുതുന്നത് എന്നതിന്റെ ദൃഷ്ടാന്തമാണിത്. ഇസ്രയേലിലെ പ്രവർത്തനങ്ങൾ അതിന്റെ തന്നെ സ്ഥിരതയെയും അമേരിക്കയുടെ തന്ത്രപരമായ താൽപര്യങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ഇപ്പോൾ അമേരിക്കയിൽ പോലും അംഗീകരിക്കപ്പെടുന്നുണ്ട്. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം വൈറ്റ് ഹൌസിൽ വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. ഇസ്രയേൽ നിയന്ത്രണാതീതമായി പോയെന്നും തങ്ങളുടെ ദീർഘകാല താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് അവരെ തടയേണ്ട സമയമായെന്നും ട്രംപിന് തോന്നാൻ ഇത് കാരണമായി. യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത സഖ്യകക്ഷികളായി ട്രംപിനെ ഇസ്രയേൽ ആശ്രയിച്ചത് ഒരു തെറ്റിദ്ധാരണയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശ യാത്ര ഇസ്രയേലിലേക്കല്ല മറിച്ച് റിയാദിലേക്കായിരുന്നു എന്നത് തന്നെ ഇതിന്റെ ഒരു സൂചനയാണ്. ട്രംപിന്റെ പ്രാദേശിക നയം എല്ലായ്പ്പോഴും ആശയപരമായ കൂറിനേക്കാൾ സാമ്പത്തികവും തന്ത്രപരവുമായ നേട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യാപാരിയുടെ പ്രായോഗികതയെന്ന് പ്രതിഫലിക്കാറുള്ളത്. ഇസ്രയേൽ ഇറാൻ യുദ്ധം ഈ ഭിന്നതകളെ കൂടുതൽ ആഴത്തിലാക്കുകയുണ്ടായി. തങ്ങളുടെ നയതന്ത്ര നീക്കങ്ങളെ ഇസ്രയേലാണ് തകർത്തതെന്ന് അമേരിക്ക കരുതുന്നതിലേക്കാണ് അത് നയിച്ചത്. ഇസ്രയേലിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യമാണ് പശ്ചിമേഷ്യയിലെ അസ്ഥിരതയുടെ ഏറ്റവും പ്രധാന കാരണം. ഭിന്നിച്ച സമൂഹം, ദുർബലമായ സ്ഥാപനങ്ങൾ, തീവ്രവാദത്തിലേക്ക് നീങ്ങുന്ന ഭരണസഖ്യം എന്നിവ ആഭ്യന്തര പിരിമുറുക്കങ്ങളെ ബാഹ്യ ആക്രമണമായി മാറ്റുന്നത് എളുപ്പമാക്കുന്നു.
സ്ഥിരമായ സംഘർഷാവസ്ഥ നെതന്യാഹുവിനും തീവ്ര വലതുപക്ഷ സഖ്യത്തിനും ഇസ്രയേലിൽ ആഭ്യന്തരമായി അധികാരം നിലനിർത്തുവാനുള്ള ഒരു ഉപകരണമായി മാറിയിരിക്കുകയാണ്. കാരണമെന്തെന്നാൽ രാജ്യം ഭീഷണിയുടെ നിഴലിൽ ജീവിക്കുമ്പോൾ അഴിമതിയും ഭരണപരമായ പരാജയങ്ങളും പോലുള്ള ആഭ്യന്തര ചോദ്യങ്ങൾ സ്വാഭാവികമായും പിൻവലിയും. അതിനാൽ നിലവിലെ സംഘർഷ സാഹചര്യം ഒരു തരത്തിലും ഒരു രാജ്യമായ ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് സംഘർഷം രാഷ്ട്രീയ അതിജീവനത്തിന്റെ ഉപാധിയായി കാണുന്ന ചില രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയാണ്. ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾ അമേരിക്കൻ സ്വാധീനത്തെ ദുർബലപ്പെടുത്തുന്നുവെന്ന മുന്നറിയിപ്പുകൾ അമേരിക്കയിൽ ശക്തമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സംഭവ വികാസങ്ങളെല്ലാം പഴയ ലോകക്രമം പതിയെ തകർന്ന ഒരു വലിയ ഭൗമരാഷ്ട്രീയ പരിവർത്തനത്തിന്റെ ഭാഗമാണ്. ഈ ആഴ്ചത്തെ ഏഷ്യൻ സന്ദർശന വേളയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനുള്ള തന്റെ ശ്രമത്തെ പിന്തുണച്ച പ്രാദേശിക സഖ്യകക്ഷികളെ പ്രശംസിച്ചിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിൽ സഹായിച്ചതിന് പ്രത്യേകിച്ച് ഇന്തോനേഷ്യയുടെ പ്രബോവ സുബിയാൻഡോ എന്ന നേതാവിന്റെ പേര് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. മധ്യപൂർവ്വ ദേശത്തിന് പുതിയൊരു ദിനമുറപ്പാക്കാനുള്ള ഈ ശ്രമങ്ങൾക്ക് അവിശ്വസനീയമായ പിന്തുണ നൽകിയതിന് മലേഷ്യയ്ക്കും ബ്രൂണൈക്കും എന്റെ സുഹൃത്ത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഇസ്രയേലും ഹമാസും ദുർബലമായ വെടിനിർത്തലും ബന്ദിയാക്കൽ കരാറിനും സംബന്ധിച്ചതിനു ശേഷമുള്ള ആഴ്ചകൾക്കുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള ഇന്തോനേഷ്യ മിഡിൽ ഈസ്റ്റിൽ സമാധാനം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന വൈറ്റ് ഹൌസിന്റെ കൗതുകകരമായ പങ്കാളിയായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇസ്രയേലിനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനും ബഹ്റൈനും മൊറോക്കോയ്ക്കും ഇടയിൽ നയതന്ത്രപരവും വാണിജ്യപരവുമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്ന തന്റെ ആദ്യഘട്ട അബ്രഹാം ഉടമ്പടി ശ്രമത്തിൽ ദുർബലമായ വെടിനിർത്തൽ നിലനിർത്തുവാൻ കഴിയുമെങ്കിൽ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു മുൻഗണന കെട്ടിപ്പടുക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞു. ഗാസയിൽ ഒരു സ്ഥിരമായ സമാധാന കരാർ ഇന്തോനേഷ്യയ്ക്കും സൗദി അറേബ്യയ്ക്കും ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ വഴിയൊരുക്കുമെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നുവെന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു മുതിർന്ന ഭരണാധികാരി മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ട്രംപുമായി ഒരു ബന്ധം കെട്ടിപ്പടുക്കുവാനും തന്റെ രാജ്യത്തിന്റെ ആഗോള സ്വാധീനം വികസിപ്പിക്കുവാനും പ്രബോവോ ഉത്സാഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ മാസം ആദ്യം ഈജിപ്തിൽ വെടിനിർത്തൽ ആഘോഷിക്കുന്നതിനായി നടന്ന ഒരു സമ്മേളനത്തിൽ, അതായത് ഇന്തോനേഷ്യയിൽ 2 റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾ പുരോഗമിക്കുന്ന ട്രംപ് ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും പ്രസിഡന്റിന്റെ മകനുമായ എറിക്കുമായി ഒരു കൂടിക്കാഴ്ച നടത്തുവാൻ അദ്ദേഹം ട്രംപിനോട് ആവശ്യപ്പെട്ടതായി തോന്നുന്നു. എന്നാൽ സൗദി അറേബ്യയെ പോലെ തന്നെ ഇന്തോനേഷ്യയും ഫലസ്തീൻ രാഷ്ട്രത്തിന് വ്യക്തമായ ഒരു പാത സജ്ജീകരിക്കുന്നതുവരെ ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കുവാൻ കഴിയില്ലെന്ന് പരസ്യമായി വാദിക്കുകയും ചെയ്തു. ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഏതൊരു ദർശനവും ഫലസ്തീൻ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും അംഗീകരിക്കുന്നതിലൂടെ ആരംഭിക്കണം. ഇന്തോനേഷ്യയ്ക്ക് തങ്ങളുടെ നിലപാട് മയപ്പെടുത്തുവാൻ വെടിനിർത്തൽ കരാർ അവസരം നൽകിയിട്ടുണ്ടെന്നാണ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നതിന് ഒരു കാരണവുമുണ്ടാകാം. പ്രബോവയെ കളത്തിലിറക്കുമ്പോൾ വൈറ്റ് ഹൌസിനും കളിക്കാൻ കഴിയുന്ന ചില കാർഡുകളുണ്ടാകാം. ജക്കാർത്ത ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോ ഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിൽ ചേരുവാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ട്രംപിന്റെ പിന്തുണ നിർണായകമായിരിക്കും. 38 അംഗ OECD ചേർന്നത് ഇന്തോനേഷ്യയുടെ അന്താരാഷ്ട്ര പ്രൊഫൈൽ ഉയർത്തുവാനും പുതിയ വിപണിയിലേക്ക് പ്രവേശിക്കുവാനും മറ്റ് സംഘടനാംഗങ്ങളിൽ നിന്ന് നിക്ഷേപം ആകർഷിക്കുവാനുമുള്ള അവസരമായി ഇന്തോനേഷ്യ കാണുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ അപൂർവ ഭൂമി വ്യവസ്ഥയിൽ കൂടുതൽ US നിക്ഷേപം നടത്തുന്നത് ലോകത്തിലെ മികച്ച 20 സമ്പദ് വ്യവസ്ഥകളിലൊന്നായ ജക്കാർത്തയിലേക്ക് ക്ഷണിക്കാൻ സാധ്യതയുണ്ട്.